ഹോസ്പിറ്റലിലെത്തിയ ശേഷം ആരതിയെ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ചികിത്സയോട് അവൾ അത്ര നല്ല രീതിയിൽ പ്രതികരിച്ചില്ല. ആരെങ്കിലും അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവൾ വല്ലാതെ വയലൻ്റാകും. പലപ്പോഴും മരുന്നുകൾ നൽകി ബോധം കെടുത്തിയാണ് അവളുടെ ചികിത്സ മുന്നോട്ടു പോയത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ജിതിനെ വിളിച്ചു. ജിതിൻ, അവൾ പൊതുവെ ശാന്തയാണെങ്കിലും ആരെങ്കിലും മുറിയിലേക്ക് വരുമ്പോൾ അവൾ വല്ലാതെ പ്രതിരോധിക്കുന്നുണ്ട്. കുറച്ച് നല്ല രീതിയിൽ തന്നെ വയലൻ്റ് ആകുന്നുണ്ട്. എന്നാൽ ജിതിൻ മുറിയിലുള്ളപ്പോൾ അവൾ ഇപ്പോൾ അത്ര വയലൻ്റ് അല്ല. നിങ്ങളുടെ സാമീപ്യം അവൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്റെ സാന്നിധ്യം അവൾക്ക് ഒരു സുരക്ഷ നൽകുന്നുണ്ട്. അതവൾ ഫീൽ ചെയ്യുന്നു. ജിതിൻ ഡോക്ടറെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഡോക്ടർ തുടർന്നു. ചികിത്സയുടെ ഭാഗമായി നിങ്ങൾ ദിവസവും കുറച്ചു സമയം അവളുടെ അടുത്തിരിക്കണം. അവളോട് സംസാരിക്കണം. പഴയ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കണം. മരുന്നുകളേക്കാൾ ഉപരി സ്നേഹത്തിൻ്റെ സാമീപ്യം അവളുടെ ചികിത്സയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചേക്കാം. അവളിൽ വേഗത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. ഡോക്ടർ പറഞ്ഞതും ജിതിൻ ഡോക്ടറെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. അവൻ ഡോക്ടറുടെ നിർദ്ദേശം പൂർണ്ണമായി അനുസരിച്ചു. ഓരോ ദിവസവും ജിതിൻ തൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ആരതിയുടെ അടുത്തേക്ക് വരും. അവളുടെ കൂടെ മുറിയിൽ ചെലവഴിക്കും. ആരതിയുടെ കൂടെ അവളുടെ അമ്മയാണ് നിൽക്കുന്നത്. എല്ലാ ചെലവും നോക്കുന്നത് ജിതിൻ തന്നെയാണ്. 2-3 ദിവസം കൂടുമ്പോൾ ഓഫീസിലൊന്ന് പോയി വരും. ഓഫീസിലെ കാര്യങ്ങളെല്ലാം അവൻ നോക്കിയിരുന്നത് വീട്ടിൽ ഇരുന്നു കൊണ്ടാണ്. വർഷം 1 കഴിഞ്ഞു. ആരതി ഇപ്പോൾ ആരെയും അങ്ങനെ ഉപദ്രവിക്കാറില്ല. വളരെ അപൂർവമായി മാത്രമേ അവൾ വയലൻ്റ് ആകാറുള്ളൂ. അത് തന്നെയാണ് അവളിൽ വന്ന ഏറ്റവും വലിയ മാറ്റവും. ആരതി മിക്കപ്പോഴും ആരോടും ഒന്നും പറയാതെ ഒരറ്റത്ത് ചുമരിനോട് ചേർന്നിരിക്കും. അവൾക്കരികിൽ തന്നെ ഇരുന്ന് അമ്മ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാകും. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ജോലിയിലായിരിക്കും. എങ്ങനെയാണെങ്കിലും ആരതിക്ക് വലിയ മാറ്റമൊന്നുമില്ല. അവളിങ്ങനെ ഒരു ഭാഗത്ത് മിണ്ടാതെ ഇരിക്കുന്നുണ്ടാകും. ജിതിൻ എപ്പോൾ മുറിയിലേക്ക് വരുമ്പോഴും ഇതുതന്നെയാണ് കാണാറ്. അവളെ ഇങ്ങനെ കാണുന്നത് അവന് വല്ലാത്ത സങ്കടമാണ്. അവൻ്റെ നെഞ്ചു പിടയും. എങ്കിലും നേർത്തൊരു പുഞ്ചിരി മുഖത്തണിഞ്ഞ് അവനൊരു കസേരയെടുത്ത് അവൾക്ക് അരികിലായി ചെന്നിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ പതിയെ സംസാരിക്കും. അവളൊന്ന് മൂളി കേൾക്കുക പോലും ചെയ്യാതെ ഏതോ ലോകത്തായിരിക്കും. ജിതിൻ ദിവസവും മുറിയിൽ വന്ന് സംസാരിക്കുന്നത് ആരതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അവൾ ചിലപ്പോൾ എങ്ങോ നോക്കി പതിയെ ചിരിക്കുന്നത് പോലെ പ്രതികരിക്കും. പഴയ കാര്യങ്ങൾ ഉള്ളുകൊണ്ട് ഓർത്തെടുക്കാൻ ശ്രമിച്ചു തുടങ്ങി. എന്നാൽ അവളുടെ ഉള്ളിലെ മുറിവുകൾ കരിഞ്ഞിട്ടില്ലായിരുന്നു. ചില സമയങ്ങളിൽ ആ ഓർമ്മകൾ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും. അവൾ അവിടെ വല്ലാതെ അലങ്കോലമാക്കും. അങ്ങനെയൊരു സന്ധ്യയായിരുന്നു അത്. ആരതിയുടെ അമ്മയുടെ ഒപ്പം ജിതിനും ആ മുറിയിലുണ്ട്. അന്നത്തെ ദിവസം അവൾ വളരെ ശാന്തയായി ജിതിൻ്റെ സംസാരം കേട്ട് ചിരിക്കുകയായിരുന്നു. ഡോക്ടർമാർ മരുന്നിൻ്റെ അളവ് കുറയ്ക്കാൻ ആലോചിച്ചു തുടങ്ങിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവളുടെ അമ്മ. പെട്ടെന്ന് മുറിയിലെ ചുമരിലേക്ക് നോക്കിയിരുന്ന ആരതിയുടെ മുഖം വലിഞ്ഞു മുറുകി. അവളുടെ കണ്ണുകൾ ചുവന്നു. ശ്വാസം വേഗത്തിലായി. എൻ്റെ ദേഹത്ത് കൈവെക്കരുത്. എല്ലാവരും എന്നെ വേദനിപ്പിച്ചവരാണ്. പോ, എല്ലാവരും പോ. അവൾ അലറി വിളിച്ചു. ജിതിനും അമ്മയും നടുങ്ങിപ്പോയി. നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതാണ്. എന്നിട്ടിപ്പോൾ അവരുടെ മനസ്സ് പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. അവൻ അവളെ ശാന്തമാക്കാൻ ശ്രമിക്കും മുൻപേ അമ്മ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോളെ, എന്താ പറ്റിയേ? മോളെ അമ്മയല്ലേ പറയുന്നേ? സമാധാനപ്പെട്. അമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് നെറുകയിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ അമ്മയെ ഒന്ന് നോക്കിയ ശേഷം അവരുടെ കൈ ശക്തിയിൽ കുടഞ്ഞെറിഞ്ഞു. പോവാനല്ലേ പറഞ്ഞേ? എനിക്കാരെയും കാണേണ്ട, ആരും വേണ്ട. നിങ്ങളൊക്കെ കള്ളിയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ഒരു കിതപ്പോടെ പറഞ്ഞുകൊണ്ട് അവൾ അമ്മയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അപ്പോഴേക്കും ജിതിൻ വന്നവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കൈകൾക്ക് അപ്പോൾ നല്ല ശക്തിയായിരുന്നു. ആരതി, ജിതിൻ അവളെ ദയനീയമായി വിളിച്ചു. അവൾ ജിതിനെ ഒന്ന് നോക്കി. പിന്നെ അമ്മയെ വിട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു ചെന്ന് മുറിയിലെ മേശപ്പുറത്തിരുന്ന വെള്ളം നിറച്ച ഭാരമുള്ള ജഗ് അവൾ കയ്യിലെടുത്തു. എൻ്റെ അടുത്തേക്ക് വരരുത്, എന്നെ തൊട്ടു പോകരുത് പറഞ്ഞുകൊണ്ട് അവൾ ആ ജഗ് നിലത്തെറിഞ്ഞു പൊട്ടിച്ചു. അപ്പോഴേക്കും ഡോക്ടറും ഒരു നഴ്സും അവിടേക്ക് എത്തിയിരുന്നു. നഴ്സ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഡോക്ടർ മാറി നിന്ന് അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അവൾ അടുത്തേക്ക് വരുന്നവരെയെല്ലാം തള്ളി മാറ്റി. കയ്യിൽ കിട്ടിയ വസ്തുക്കളെല്ലാം വലിച്ചെറിഞ്ഞു. അവൾ അവളുടെ മുടിയാകെ പിടിച്ചു വലിച്ചു.
അവൻ അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വിട് എന്നെ. എന്തിനാ ഇപ്പോൾ വന്നത്? നിങ്ങളിപ്പോൾ വന്നത് എന്നെ കൊല്ലാനാണ്. നിങ്ങളെ ഞാനിനി ഒരിക്കലും വിശ്വസിക്കില്ല. അവൾ അവൻ്റെ നേരെ ചൂണ്ടുവിരൽ ഉയർത്തി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ജിതിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നെഞ്ചു മുറിഞ്ഞു. അവൻ അങ്ങനെയൊന്നുമല്ലെന്ന് നിറഞ്ഞ കണ്ണുകളോടെ തല വിലങ്ങനെ ആട്ടി. ജിതിൻ അവളെ ചേർത്ത് പിടിച്ച് കസേരയിലേക്ക് ഇരുത്താൻ ശ്രമിച്ചു. ആ പിടുത്തത്തിൽ ആരതിയുടെ ഭ്രാന്തമായ ശക്തി വർദ്ധിച്ചു. അവൾ കൈകാലിട്ടടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവൾ ജിതിൻ്റെ കയ്യിലും കഴുത്തിലും ആഞ്ഞുമാന്തി. അവളുടെ നഖങ്ങൾ ജിതിൻ്റെ ചർമ്മത്തിൽ ആഴ്ന്നിറങ്ങി. വേദനിച്ച് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവൻ അവളിലെ പിടിവിട്ടില്ല. ഒടുവിൽ അവൾ അവൻ്റെ കൈത്തണ്ടയിൽ ശക്തിയായി കടിച്ചു പിടിച്ചു. കടിയുടെ വേദനയിൽ ജിതിൻ്റെ പിടി ഒന്ന് അയഞ്ഞു. ആ തക്കത്തിന് അവൾ രക്ഷപ്പെട്ടു. ജിതിൻ്റെ കയ്യിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. മുറിയിൽ മറ്റ് നഴ്സുമാരും എത്തി അവളെ ബലപ്രയോഗത്തിലൂടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. അവസാനം ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതും അവൾ ബോധം മറന്ന് ജിതിൻ്റെ കയ്യിലേക്ക് വീണു. എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു വെച്ച് ഇഞ്ചക്ഷൻ വെക്കുന്നതിനിടയിൽ അവൾ വീണ്ടും ജിതിൻ്റെ മുഖത്തേക്കും കയ്യിലേക്കും നോക്കി. ചോരയൊലിക്കുന്ന കൈയും വേദനിക്കുന്ന മുഖവുമായി തന്നെ നോക്കി നിൽക്കുന്ന ജിതിനെ അവൾ കണ്ടു. ഒരു നിമിഷം ആ ഭ്രാന്തമായ കണ്ണുകളിലെ തീ അണഞ്ഞു. അവൾ നിശ്ചലമായി. ജിതിൻ്റെ കയ്യിലേക്ക് അവൾ വീണു. അവളുടെ ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയാതെ പൊട്ടിക്കരയുകയാണ് അമ്മ. അവളെ ബെഡിലേക്ക് കിടത്തിയ ശേഷം ഡോക്ടർ ജിതിൻ്റെയും അമ്മയുടെയും നേർക്ക് തിരിഞ്ഞു. പെട്ടെന്ന് ഇങ്ങനെയുണ്ടാകാൻ എന്തുണ്ടായി? ഡോക്ടർ അവരോട് ചോദിച്ചു. ഇല്ല ഡോക്ടർ, പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. സമാധാനത്തോടെ ഞങ്ങളുടെ കൂടെ ഇരുന്നതാണ്. പെട്ടെന്നാണ് ഇങ്ങനെയുണ്ടായത്, ജിതിൻ പറഞ്ഞു. ശരിക്കും? അതെ ഡോക്ടർ. ടെൻഷൻ അടിക്കേണ്ട. ഇതുവരെ ഒന്നും പറയാതെ ആയിരുന്നില്ലേ അവൾ പ്രതികരിച്ചിരുന്നത്? എന്നാൽ ഇപ്പോൾ അവൾ എന്തൊക്കെയോ പറയുന്നു. അതിനർത്ഥം അവൾ കഴിഞ്ഞതെല്ലാം ഓർമ്മിക്കാൻ തുടങ്ങുന്നു എന്നാണ്. ഇതൊരു നല്ല ലക്ഷണമായി കണ്ടാൽ മതി. ഇപ്പോൾ അവളൊന്ന് ഉറങ്ങട്ടെ. ശരി, പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് നടന്നു. ജിതിൻ്റെ കയ്യിൽ മരുന്ന് വെക്കേണ്ടതുകൊണ്ട് തന്നെ ഒരു നേഴ്സ് അവിടെ നിന്നു. കൂടെയുണ്ടായിരുന്ന ബാക്കി നേഴ്സുമാർ ഡോക്ടർക്കൊപ്പം പുറത്തേക്ക് നടന്നു. അവരങ്ങ് പുറത്തേക്ക് പോയതും ജിതിൻ ആരതിയുടെ അമ്മയുടെ അടുത്തേക്ക് നടന്നു. വിങ്ങിപ്പൊട്ടുന്ന അവരുടെ തോളിൽ അവൻ പതിയെ കൈവച്ചു. സാരല്ലേ അമ്മേ, അവൾ അറിയാതെ. അവൻ എന്തോ പറഞ്ഞു തുടങ്ങിയതും അവർ വേഗം തലയുയർത്തി അവനെ തടഞ്ഞു. അവൻ്റെ ചോരയൊലിക്കുന്ന മുറിഞ്ഞ കൈയിലേക്ക് അവർ വിതുമ്പിക്കൊണ്ട് നോക്കി. പിന്നെ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് അവനെ ഇറുക്കെ പുണർന്നു. അവൻ്റെ വേദനയ്ക്കിടയിലും തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന അവനെ കണ്ട് അവരുടെ നെഞ്ചു മുറിഞ്ഞു. ഇതിനെല്ലാം താൻ എങ്ങനെ നന്ദി പറയും, കടപ്പാട് തീർക്കും എന്നവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആരതിക്ക് ബോധം വരുമ്പോൾ അവൾക്കരികിൽ തന്നെ ജിതിനും അമ്മയും ഇരിപ്പുണ്ട്. തങ്ങളെ കാണുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കും എന്നൊരു ചെറിയ പേടി അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവർ പേടിച്ചതുപോലെയൊന്നും ഉണ്ടായില്ല. ഉണർന്നെണീറ്റ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. കുറച്ചു മുൻപേ നടന്ന സംഭവങ്ങൾ അവൾക്കുള്ളിലേക്ക് ഓടിയെത്തി. അമ്മയോടും അവനോടും പെരുമാറിയതോർത്ത് അവൾക്കെന്തോ ഒരു വല്ലാത്ത വേദന തോന്നി. അവൾ അമ്മയെ ഒന്ന് നോക്കി. അമ്മ അവളുടെ നെറുകിലൂടെ തലോടുകയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ ജിതിനെയൊന്ന് നോക്കി. അവൻ്റെ കയ്യിൽ വലിയൊരു കെട്ടുണ്ട്. അത് താൻ കടിച്ചു മുറിച്ചതാണ്. നേരത്തെ ബോധം പോകുന്നതിന് മുൻപ് കണ്ടിരുന്നു അവൻ്റെ കയ്യിൽ നിന്നും ചോരയൊലിക്കുന്നത്. അവൾക്ക് വല്ലാതെ വേദനിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളൊന്നും പറയാതെ അവൻ്റെ ആ കെട്ടിലൂടെ മെല്ലെ വിരലോടിച്ചു. അതുമാത്രമല്ല, കൈ ഒന്നാകെ നഖത്തിൻ്റെ പോറലേറ്റ് ചുവന്നു തിണർത്തു കിടപ്പുണ്ട്. അവൾ അതിലൂടെയും പതിയെ വിരലോടിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും 1000 മാപ്പ് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അത് വാക്കുകളായി പുറത്തേക്ക് വരുന്നില്ലെന്ന് മാത്രം. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു തുള്ളി കണ്ണീര് അവൻ്റെ ആ മുറിവിൽ വന്നു വീണു. അവളെ തന്നെ നോക്കിയിരുന്ന അവനും അമ്മയും അവളുടെ മാറ്റം കണ്ട് ഞെട്ടി. ആ കണ്ണുനീര് അവനെ ചുട്ടുപൊള്ളിച്ചു. 2 ദിവസത്തിന് ശേഷം ജിതിൻ പതിവ് പോലെ ആരതിയുടെ മുറിയിലേക്ക് ചെന്നു. അവൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന വലിയ കെട്ട് അഴിച്ചിരുന്നു. ഇപ്പോൾ മുറിവിൽ ബാൻഡേജ് മാത്രം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അന്ന് കഴിഞ്ഞ ആ സംഭവം അവൾക്ക് വീണ്ടും ഓർമ്മ വന്നു. ആരതി കട്ടിലിൽ നിശബ്ദയായി ഇരിക്കുകയായിരുന്നു. 2 ദിവസം കൊണ്ട് അവൾ ഒന്നുകൂടി തളർന്നു പോയിരുന്നു. ജിതിൻ മെല്ലെ അവളുടെ അടുത്ത് ചെന്ന് കസേരയിലിരുന്നു. കുറച്ചു നേരത്തേക്ക് അവനൊന്നും സംസാരിച്ചില്ല. അമ്മ അവൻ വന്നതും അവളെ അവനോട് നോക്കാൻ ഏൽപ്പിച്ച് അലക്കി വെച്ചിരുന്ന തുണികൾ വിരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി.
മുറിയിൽ വല്ലാത്തൊരു നിശബ്ദത മാത്രം നിറഞ്ഞു നിന്നു. കുറച്ചു കഴിഞ്ഞതും അവളുടെ കണ്ണുകൾ അവൻ്റെ ബാൻഡേജ് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കൈയിലേക്ക് നീണ്ടു. ആ മുറിവ് താൻ വരുത്തിയതാണെന്ന തിരിച്ചറിവ് അവളെ വീണ്ടും വല്ലാതെ വേദനിപ്പിച്ചു. കൈ ഇപ്പോൾ വേദനിക്കുന്നുണ്ടോ? മൗനം ഭേദിച്ച് അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അവൾ ചോദിച്ചത് കേട്ട് ജിതിനൊന്നു ഞെട്ടി. പിന്നെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇല്ല, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ പോലും ചിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ആ ചുണ്ടിലെ ചിരി കണ്ടു നിൽക്കാൻ അവൾക്കായില്ല. അവൾ കണ്ണടച്ചുകൊണ്ട് കട്ടിലിലേക്ക് ഇറങ്ങിക്കിടന്നു. കുറച്ചുനേരം ജിതിൻ അവളെ തന്നെ നോക്കിയിരുന്നു. പിന്നെ പതിയെ അവളുടെ നെറുകിൽ കൈ ചേർത്തു. അവൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ പതിയെ അവളുടെ നെറുകിലൂടെ തലോടി. അവളിൽ നിന്നും യാതൊരു അനക്കവുമില്ല. ഉറങ്ങിയിട്ടില്ല. കണ്ണടച്ച് വെറുതെ കിടക്കുകയാണ്. അവനെന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നി. അവനൊരു ചിരിയോടെ അവളുടെ നെറുകിലൂടെ വീണ്ടും തലോടിക്കൊണ്ടിരുന്നു. അത് കണ്ടുകൊണ്ടാണ് അമ്മ മുറിയിലേക്ക് വരുന്നത്. പെട്ടെന്ന് പിറകിലൊരു കാലനക്കം അറിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവൻ അമ്മ വന്നത് അറിഞ്ഞത്. അവൻ എഴുന്നേൽക്കാൻ പോയതും അമ്മ അവനെ തടഞ്ഞു. അവൻ വീണ്ടും അവളുടെ നെറുകിലൂടെ തലോടിക്കൊണ്ടിരുന്നു. കണ്ണടച്ച് കിടന്നിരുന്ന അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതവൻ അവൻ്റെ വിരലാൽ പതിയെ തുടച്ചു കൊടുത്തു. എനിക്കറിയില്ല. ഞാൻ എന്താണിങ്ങനെ? സോറി. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഒന്നും. എനിക്കറിയില്ല. എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോറി. കണ്ണു തുറക്കാതെ തന്നെ അവൾ പറഞ്ഞു. ജിതിനും അമ്മയും അവൾ പറഞ്ഞത് കേട്ട് ഞെട്ടി. ബൈസ്റ്റാൻഡർ ബെഡിൽ ഇരുന്നിരുന്ന അമ്മ വേഗം എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു. അമ്മയോടും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ചെയ്തു. അവൾ അടച്ചിരുന്ന കണ്ണുകൾ ഒന്നുകൂടി ഇറുക്കെ ചിമ്മി. ആ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണീരൊഴുകി. ചുണ്ടുകൾ വിറച്ചു. അവളുടെ അമ്മ സങ്കടം കൊണ്ട് വാ പൊത്തിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകളും സങ്കടം കൊണ്ട് നിറഞ്ഞിരുന്നു ആ സമയം. അവൻ തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവളുടെ കണ്ണുകളും പതിയെ തുടച്ചു കൊടുത്തു. സാരല്ല, ഒന്നും അറിഞ്ഞുകൊണ്ടല്ലല്ലോ. അതൊക്കെ എനിക്കും അമ്മയ്ക്കും അറിയാലോ. അതുകൊണ്ട് അതൊന്നും ഇനി ഓർക്കേണ്ട. ഇനി എന്തേലും വിഷമമുണ്ടെങ്കിൽ തന്നെ അതൊക്കെ കാണിക്കാൻ ഞങ്ങളല്ലേ ഉള്ളൂ. ഞങ്ങളുണ്ട് കൂടെ. അവൻ അവളുടെ നെറുകിലൂടെ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്തുണ്ടേലും ഞാൻ സഹിച്ചോളാം. ഞാനില്ലേ കൂടെ. അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ട് ആരതിയുടെ ഹൃദയം അലിഞ്ഞുപോയി. എന്തോ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പതിയെ പിടിച്ചു. പണ്ട് നിന്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞതിനുള്ള ശിക്ഷയാണ് എനിക്കിത്. എങ്കിലും എനിക്കിത് സഹിക്കാൻ സാധിക്കും. കാരണം എനിക്കറിയാം നീ എന്നിൽ നിന്നും അകന്നു പോയിട്ടില്ലെന്ന്. നിന്റെ ഉള്ളിൽ എന്നോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്ന്. അന്ന് നിന്നോട് പറയാത്ത എൻ്റെ ആ ഇഷ്ടം ഇപ്പോൾ 10 മടങ്ങ് കൂടിയിട്ടേ ഉള്ളൂ. അന്ന് എല്ലാം ഉള്ളിലൊതുക്കി നിൽക്കാനേ എനിക്ക് പറ്റുമായിരുന്നുള്ളൂ. നിനക്ക് അറിയാലോ അന്നത്തെ എൻ്റെ അവസ്ഥ. ഒന്നുമില്ലാത്ത എൻ്റെ കൂടെ കൂടി നീ ഒരിക്കലും കഷ്ടപ്പെടരുതെന്ന് കരുതി. എല്ലാ സുഖസൗകര്യത്തോടു കൂടിയും നീ ജീവിക്കണമെന്ന് കരുതി. അതുകൊണ്ട് ഞാനും നീയും ഒരുപോലെ വേദനിച്ചു. ജിതിൻ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആരതിക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല. അവൻ പിടിച്ചിരിക്കുന്ന കയ്യിൽ മുറുക്കെ പിടിച്ചു. സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൾ അവനെ നോക്കി. എല്ലാം കണ്ടുനിന്ന അമ്മയുടെ കണ്ണും മനസ്സും സന്തോഷം കൊണ്ട് നിറഞ്ഞു. തൻ്റെ മകളെ ആ മുറിയുടെ ഇരുട്ടിൽ നിന്നും തിരിച്ചു തന്നതിന് അവർ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. 1 മാസത്തിന് ശേഷം സ്നേഹത്തിൻ്റെ സാമീപ്യവും വിദഗ്ധ ചികിത്സയും ആരതിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നു. ജിതിൻ്റെ സ്ഥിരമായ പിന്തുണയും ശ്രദ്ധയും അവളുടെ മനസ്സിലെ ഇരുട്ടിനെ അകറ്റി. അവൾ പൂർണ്ണമായും പഴയ ആരതിയായി മാറി. ചിരിക്കുന്ന, സംസാരിക്കുന്ന, സന്തോഷവതിയായ, എന്നാൽ അല്പം കൂടി പക്വതയുള്ള ആരതി. ഡിസ്ചാർജ് ആകുന്നതിന് മുൻപ് ഡോക്ടർ സന്തോഷത്തോടെ അമ്മയോടും ജിതിനോടും പറഞ്ഞു. അമ്മേ, ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കുന്നു. അവളെ ഞാൻ പഴയ ആരതിയായി തിരിച്ചു തന്നിരിക്കുന്നു. ആരതിയുടെ രോഗം ഇപ്പോൾ പൂർണ്ണമായി ഭേദമായിരിക്കുന്നു. അവളിപ്പോൾ പഴയ ആരതിയാണ്. ഇനി അവൾക്ക് വേണ്ടത് സ്നേഹമുള്ള ഒരു ചുറ്റുപാടാണ്. അതാണ് അവൾക്ക് ആവശ്യം. നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഡോക്ടർ പറഞ്ഞതും അമ്മ ഡോക്ടർക്ക് നേരെ നന്ദിയോടെ കൈകൂപ്പി. അവർക്ക് ദൈവത്തിൻ്റെ സ്ഥാനമായിരുന്നു അപ്പോൾ അമ്മയുടെ മനസ്സിൽ. അവരുടെ മകളെ തിരിച്ചു തന്ന ദൈവം. നന്ദിയുണ്ട് ഡോക്ടറെ, ഒരുപാട്, എൻ്റെ മോളെ തിരിച്ചു തന്നതിൽ. അമ്മ നന്ദിയോടെ പറഞ്ഞു.
അതു കേട്ട് ഡോക്ടർ ഒന്ന് ചിരിച്ചു. അതിന് ഞാനൊന്നും ചെയ്തില്ല അമ്മേ. എല്ലാ ഡോക്ടറും ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. പിന്നെ ഇപ്പോൾ അതിനൊരു ഫലമുണ്ടായത് അവൾക്ക് കിട്ടേണ്ട മരുന്ന് തന്നെ കിട്ടിയതുകൊണ്ടാ. ദേ ഇവനായിരുന്നു ശരിക്കും പറഞ്ഞ ആ മരുന്ന്. ജിതിൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ഡോക്ടർ ഒരു ചിരിയോടെ പറഞ്ഞു. അവളുടെ മനസ്സിലൊരു മുറിവുണ്ടായിരുന്നു. പ്രണയം കൊണ്ട് മുറിഞ്ഞൊരു മുറിവ്. അതിന് മരുന്ന് വെച്ച് മുറിവുണക്കാൻ ഇവനേ പറ്റുമായിരുന്നുള്ളൂ. പിന്നെ അമ്മയും ഇവനുമൊക്കെ എല്ലാം ത്യജിച്ച് അവൾക്ക് എന്തിനും ഒരു തുണയായി ഇവിടെ നിങ്ങളുണ്ടായിരുന്നല്ലോ. അമ്മ എന്നത് വല്ലാത്തൊരു ശക്തിയാണ്. ആ ശക്തിയേക്കാൾ മേലെയല്ല വേറൊന്നും. പിന്നെ മുകളിലൊരു ശക്തിയുണ്ടല്ലോ, അത് വേദനിക്കുന്നവരെ കാണും, ഡോക്ടർ പറഞ്ഞു. മാസത്തിൽ ഒരു കൗൺസിലിംഗ് കൂടി അവൾക്ക് പറഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി അവർ നേരെ ചെന്നത് ജിതിൻ്റെ വീട്ടിലേക്കാണ്. അതൊരു കൊട്ടാരം തന്നെയായിരുന്നു. ആ വീട് കണ്ട് ആരതിയും അമ്മയും ഞെട്ടി. ജിതിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ആരതിയും അമ്മയും അവൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റിയത്. മുത്തശ്ശി ആരതിയെ സ്വന്തം പേരക്കുട്ടിയെപ്പോലെ സ്നേഹിച്ചു. ഒരു ദിവസം വൈകുന്നേരം മുറിയിൽ എന്തോ ആലോചിച്ചിരുന്ന ആരതിക്ക് അരികിലേക്ക് ജിതിൻ ചെന്നു. എന്താ ആലോചിക്കുന്നേ? അവൾക്ക് പിറകിൽ ചെന്നു നിന്ന് ജിതിൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ. അവൾ പതിയെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ആരതി വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് വരുമോ? നമുക്കൊന്ന് നടന്നിട്ട് വരാം. ജിതിൻ പറഞ്ഞതും അവളൊന്ന് പതിയെ തലയാട്ടി. അവർ നേരെ ചെന്നത് വീടിന് സൈഡിലായി തീർത്തിരിക്കുന്ന പൂന്തോട്ടത്തിലേക്കാണ്. അവിടെ പണിതിരിക്കുന്ന ആ കൽബെഞ്ചിലായി അവനിരുന്നു. ഇരിക്കി, അവൻ പറഞ്ഞു. അവൾ അവനിൽ നിന്നും കുറച്ച് അകലം വിട്ട് അതേ കൽബെഞ്ചിൻ്റെ അറ്റത്തായി ഇരുന്നു. ആരതി, ഒരു 2 നിമിഷത്തിന് ശേഷം ജിതിൻ പതിയെ വിളിച്ചു. അവൾ അവനെ നോക്കി. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എത്രയോ വേദനിച്ചു. പക്ഷേ അതെല്ലാം നമ്മൾ അതിജീവിച്ചു. ആരതി, എനിക്കറിയാം, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് അങ്ങനെയൊരു കള്ളം പറഞ്ഞു. നീ ഇഷ്ടമില്ലാത്തൊരാളെ വിവാഹം കഴിച്ചു. കഷ്ടകാലത്തിന് അവനൊരു ദുഷ്ടനായിരുന്നു. അവൻ നിന്നെ ഒത്തിരി ഉപദ്രവിച്ചു. നീ ഒത്തിരി വേദനിച്ചു. നീ നന്നായി ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെ ബിസിനസ് നടത്തി രക്ഷപ്പെടുമെന്ന് അറിഞ്ഞിരുന്നേൽ ഒരിക്കലും ഞാൻ നിന്നെ വേണ്ടെന്ന് വെക്കില്ലായിരുന്നു. ജിതിൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളൊന്ന് നെടുവീർപ്പിട്ടു. പൈസയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് ജിത്തേട്ടന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വലിയ സുഖത്തിലും സൗകര്യത്തിലും ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്നും വേണ്ടായിരുന്നു എനിക്ക്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഇഷ്ടാണെന്ന് പറഞ്ഞേ. ജിത്തേട്ടൻ മാത്രം മതിയായിരുന്നല്ലോ എനിക്ക്. പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. പക്ഷേ എന്തോ അന്നെനിക്ക് അങ്ങനെ ചെയ്യാനേ പറ്റിയുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തു പോയി. അതിലെനിക്കിപ്പോൾ വല്ലാത്ത വേദനയുണ്ട്. സോറി. അന്ന് ജിത്തേട്ടൻ എന്നെ കൂടെ കൂട്ടിയിരുന്നേൽ എനിക്കിങ്ങനെയൊക്കെ വരുമായിരുന്നോ? ഞാൻ ഇത്രയൊക്കെ വേദനിക്കുമായിരുന്നോ? അയാൾ എന്നെ എന്തുമാത്രം വേദനിപ്പിച്ചു. രാത്രിയോ പകലോ എന്നില്ലാതെ. പറയുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു. ജിതിനും ആകെ വല്ലാതെയായി. അവൾ കരയുന്നത് കാണുമ്പോൾ, അവൾ വേദനിച്ചത് പറയുമ്പോൾ നെഞ്ചു പൊട്ടുന്നത് പോലെയൊരു വല്ലാത്ത വേദന. സാരമില്ല, പോട്ടെ. അതൊന്നും ഇനി ഓർക്കേണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ജീവിക്കാലോ. നീ പണ്ട് ആഗ്രഹിച്ചതുപോലെ. പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ചതുപോലെ നമുക്കൊരുമിച്ച്. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ജിതിൻ്റെ വാക്കുകൾ കേട്ടതും ആരതി ഒന്നു ഞെട്ടി. അവളുടെ മുഖത്ത് ആ നിമിഷം ഞെട്ടലും സന്തോഷവും ഒരുമിച്ച് വന്നു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. തൻ്റെ പ്രണയം തൻ്റേതായിരുന്നുവെങ്കിലെന്ന് താൻ ഒത്തിരി ആഗ്രഹിച്ചവൻ. സന്തോഷവും സങ്കടവും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ജിത്തേട്ടാ പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ കയ്യിൽ അവൻ പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകൾക്കു മേലെ അവൾ കൈവച്ചു. അവൾ ഏറെ ആഗ്രഹിച്ച നിമിഷമായിരുന്നു അത്. ഏറെക്കാലം ഒരു മോഹമായി മനസ്സിൽ കൊണ്ടു നടന്നവൻ. ഒരു ഭ്രാന്തായി തന്നിൽ ഇപ്പോഴും അവശേഷിക്കുന്ന തൻ്റെ പ്രണയം. പക്ഷേ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ ഇരച്ചെത്തി. മുൻപ് കല്യാണം കഴിഞ്ഞതും ഭർത്താവെന്ന് പറയുന്ന അയാൾ അവളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതുമെല്ലാം. ആ മുറിവുകൾ, വേദനകൾ, ഭ്രാന്തായി മാറിയതിൻ്റെ ഓർമ്മകൾ എല്ലാം അവളെ ആ നിമിഷം വേട്ടയാടി. അവൻ്റെ കൈക്കുള്ളിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ തൻ്റെ ശരീരം ഞെരിഞ്ഞമർന്നത്.
അവൾ വല്ലാതെ വിയർത്തു. തൊണ്ടക്കുഴിയിൽ എന്തോ ഒന്ന് വന്നടഞ്ഞതുപോലെ. അവൾ വേഗം അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ വലിച്ചെടുത്തു. ജിതിനൊന്ന് ഞെട്ടി. അവൻ അവളുടെ ആ മാറ്റത്തെ പേടിയോടെ നോക്കിക്കണ്ടു. എന്താ പറ്റിയ ആരു? ആരു, അവൻ പണ്ട് വിളിച്ചിരുന്ന പേര്. അതുകൂടിയായതും അവളുടെ സങ്കടം ഒന്നുകൂടെ കൂടി. ജിത്തേട്ടാ, എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ. ഇങ്ങനെയൊന്ന് കേൾക്കാൻ ഞാൻ എത്ര കൊതിച്ചിരുന്നെന്ന് അറിയോ? എത്ര ആഗ്രഹിച്ചിരുന്നെന്ന് അറിയോ? എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയോ? പക്ഷേ വൈകിപ്പോയി. ഒത്തിരി വൈകിപ്പോയി. പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ചുണ്ടുകൾ വിറച്ചിരുന്നു. ജിതിൻ അവളെ തന്നെ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ നോക്കി. വൈകേ, നീ എന്താ പറയുന്നേ? ഒട്ടും വൈകിയിട്ടില്ല. ആ പഴയ ആരതിയും ജിതിനും തന്നെയാ നമ്മളിപ്പോഴും, അവൻ പറഞ്ഞു. അല്ല, ജിത്തേട്ടൻ പഴയത് തന്നെയാ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഭ്രാന്തായിരുന്നു എനിക്ക്. എല്ലാവരെയും ദ്രോഹിച്ചിരുന്ന ഭ്രാന്ത്. അതിനേക്കാളുപരി എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അയാള് എന്നെ ഞാൻ ചീത്തയാ. പറഞ്ഞുകൊണ്ട് അവൾ മുഖം പൊത്തി കരഞ്ഞു. ജിതിനാകെ വല്ലാതെയായി. ജിത്തേട്ടൻ തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു നല്ല ശരീരം പോലും വേണ്ട. ജിത്തേട്ടന് എന്നെ വേണ്ട. എന്നെക്കാളും എത്രയോ നല്ലൊരു പെൺകുട്ടിയെ ജിത്തേട്ടന് കിട്ടും. ഒരു മുറിവുമില്ലാത്ത ശുദ്ധിയുള്ള ഒരു പെൺകുട്ടിയെ. ജിത്തേട്ടൻ എന്നെ മറന്നേക്കണം. ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കും. എൻ്റെ രോഗം മാറ്റി എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇതുപോലെ തിരിച്ചു കൊടുത്തില്ലേ? അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ചെയ്തു തന്നതൊന്നും ഒരിക്കലും മറക്കില്ല. അവൾ അവളുടെ മുഖത്തു നിന്നും കൈയെടുക്കാതെ തന്നെ പറഞ്ഞു കരഞ്ഞു. ആരതിയുടെ വാക്കുകൾ ജിതിൻ്റെ ഹൃദയം തകർത്തു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനൊരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു അവളുടെ നാവിൽ നിന്നും അവൻ കേട്ടത്. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ മുഖത്തു നിന്നും അവളുടെ കൈയെടുത്തു മാറ്റി. പിന്നെ തൻ്റെ 2 കൈകൊണ്ടും അവളുടെ ആ കുഞ്ഞു മുഖം കോരിയെടുത്തു. അവൾ 2 കണ്ണുകളും ഇറുക്കെ അടച്ചു പിടിച്ച് കരയുകയാണ്. കരഞ്ഞു മുഖമാകെ കണ്ണീരാണ്. കവിളും മൂക്കുമെല്ലാം ചോര തൊട്ടെടുക്കാൻ പാകത്തിൽ ചുവന്നിരിക്കുന്നു. ഒരു കുഞ്ഞു റോസാപ്പൂ പോലെ അവളെ അവന് തോന്നി. ആരു, ഇവിടെ നോക്ക്, അവൻ പറഞ്ഞു. അവൾ കണ്ണു തുറന്നില്ല. പകരം ഒന്നുകൂടി അടച്ചു പിടിച്ചതേയുള്ളൂ. എന്നെ നോക്ക് ആരു, പ്ലീസ്, അവൻ വീണ്ടും പറഞ്ഞു. അവൻ കരയുകയാണെന്ന് അവൾക്ക് തോന്നി. അവൾ വേഗത്തിൽ കണ്ണു തുറന്നു. വിചാരിച്ചതുപോലെ അവൻ കരയുകയാണ്. കണ്ണുകൾ 2ഉം നിറഞ്ഞൊഴുകുന്നു. അവൾ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. നീ ഇതെന്താ ഈ പറയുന്നേ? നിന്നേക്കാളും നല്ല പെൺകുട്ടിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളുണ്ടോ? നിന്നേക്കാളും വലുതായി ഇപ്പോൾ മറ്റെന്തെങ്കിലും എനിക്കുണ്ടോ? അന്നും ഞാൻ നിന്നെയെ സ്നേഹിച്ചിട്ടുള്ളൂ. ഇപ്പോഴും നിന്നെയെ സ്നേഹിക്കുന്നുള്ളൂ. ഇനി അങ്ങോട്ടും നിന്നെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. നീ കല്യാണം കഴിച്ച് ഇപ്പോൾ സന്തോഷത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും എനിക്ക് ഇനി വേറൊരു കൂട്ടിയില്ലെന്ന് ഞാൻ പണ്ടേ തീരുമാനിച്ചുറപ്പിച്ചതാ. ഇപ്പോൾ ആരും അവകാശം പറയാനില്ലാതെ നിന്നെ ഇങ്ങനെ എൻ്റെ മുൻപിൽ കാണുമ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയോ? നിന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്നറിയോ? പക്ഷേ ഒന്നിൻ്റെ പേരിലും നിന്നെ എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നിന്നോട് തെറ്റ് ചെയ്തതാ. അതുകൊണ്ട് നിനക്കെന്നെ വേണ്ടെന്നാണെങ്കിൽ, ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇനി നിന്റെ തീരുമാനമെങ്കിൽ, ഞാനും ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. നിന്നെ മറന്ന് നിനക്ക് പകരമായി മറ്റൊരാൾ അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല, ഒരിക്കലും. അവൻ അവളുടെ മുഖത്തു നിന്നും കൈയെടുക്കാതെയാണ് പറയുന്നത്. നിനക്ക് വേറൊരാളുമായി കല്യാണം കഴിഞ്ഞിരുന്നു എന്നോ, അയാൾ നിന്നെ എന്തേലും ചെയ്തിരുന്നു എന്നോ, നിനക്ക് ഭ്രാന്തുണ്ടായിരുന്നു എന്നോ, ഇതൊന്നും എനിക്കൊരു പ്രശ്നമേയല്ല. കാരണം ഞാൻ സ്നേഹിച്ചത് എൻ്റെ ഇല്ലായ്മയിലും എന്നെ സ്നേഹിച്ച, ഏത് കഷ്ടപ്പാടിലും എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച ആരതിയെയാണ്. ജിതിൻ്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ തട്ടി. അവൻ്റെ കണ്ണുകളിലെ സ്നേഹം അവൾ കണ്ടു. നീ ഒരു ചീത്തയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ ലോകം തന്ന കള്ളമാണ്. ശരീരമാണോ വലുത്? മനസ്സല്ലേ വലുത്? എന്നെ സ്നേഹിച്ച, എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന നിന്റെ ഈ മനസ്സല്ലേ ഏറ്റവും വലുത്? അത് മതി. എൻ്റെ അച്ഛന് പൈസയില്ലെന്ന കാരണം കൊണ്ട് എൻ്റെ അമ്മയുടെ വീട്ടുകാർ എൻ്റെ അമ്മയെ ഒഴിവാക്കിയതുപോലെ ലോകം എപ്പോഴും പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മനുഷ്യരെ അളക്കുക. പക്ഷേ ഞാൻ അങ്ങനെയല്ല. അതുപോലെ ആരോ എന്തോ ചെയ്തെന്നും വെച്ച് നീ എങ്ങനെയാണ് ചീത്തയാകുന്നേ? എൻ്റെ ആരും ചീത്തയല്ല, ഒരിക്കലും ചീത്തയാവുകയുമില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവളെ തന്നെ ഒന്ന് നോക്കി.
കരഞ്ഞുകൊണ്ട് അവന് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് അവൾ. അവളുടെ കണ്ണിൽ നിന്നും തന്നെ അവന് മനസ്സിലാകുന്നുണ്ട് അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന്. പക്ഷേ അത് സമ്മതിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. എന്തൊക്കെയോ സ്വയം ചിന്തിച്ചു കൂട്ടി അവൾ പിന്തിരിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് താൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് അവന് തോന്നി. നിന്റെ ജിത്തേട്ടനല്ലേ പറയുന്നേ? പുറത്തേക്കടി എന്നോട്. എന്നിട്ട് എന്നെ ഒന്ന് സ്നേഹിക്ക്. എനിക്ക് ആരുമില്ലടി. ഞാൻ ഒറ്റയ്ക്ക്. പറയുമ്പോൾ അവൻ കരഞ്ഞു പോയിരുന്നു. അവൻ്റെ വേദന, കരച്ചിൽ അതുമാത്രം കണ്ടു നിൽക്കാൻ അവൾക്കാകുന്നുണ്ടായിരുന്നില്ല. അവൾ ഇറുക്കെ കണ്ണുകൾ അടച്ച് പൊട്ടിക്കരഞ്ഞു. അവൻ കണ്ണടച്ചു കരയുന്ന അവളുടെ രണ്ടു കണ്ണിലും പതിയെ ചുണ്ടു ചേർത്തു. അവളുടെ കണ്ണീരിൻ്റെ ഉപ്പുരസം അവൻ്റെ ചുണ്ടുകൾ ഒപ്പിയെടുത്തു. അവൾ ഞെട്ടിവിറച്ചുകൊണ്ട് കണ്ണു തുറന്നു. ഒന്നും പറയണ്ട, എൻ്റേതാ പറഞ്ഞുകൊണ്ട് അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. അവൻ്റെ കൈക്കുള്ളിൽ അവൻ്റെ ചൂടേറ്റ് നിൽക്കുമ്പോൾ അവനെ തിരിച്ചു പുണരാതിരിക്കാൻ അവൾക്ക് ആകുമായിരുന്നില്ല. അവളുടെ രണ്ടു കൈകളും അവനെ അവളിലേക്കെന്ന പോലെ പൊതിഞ്ഞു പിടിച്ചു. വർഷങ്ങളായി മനസ്സിൽ ഒതുക്കിവെച്ച വേദനയും ഭയവും നിഷേധിക്കപ്പെട്ട സ്നേഹവുമെല്ലാം ആ ആലിംഗനത്തിലൂടെ അവളിൽ നിന്നും അലിഞ്ഞില്ലാതായി. അവൾ ജിതിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു. അത് സങ്കടത്തിൻ്റെ, വേദനയുടെ കണ്ണീരല്ല, സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കണ്ണീരായിരുന്നു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം പൂർത്തിയായി. ജിതിൻ്റെ കല്യാണം കാണാൻ മുത്തശ്ശിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. തൻ്റെ മകളുടെ കല്യാണം കാണാനോ സന്തോഷിക്കാനോ പറ്റിയില്ല. ഇപ്പോൾ അവളുടെ മകൻ്റെ കല്യാണമെങ്കിലും സന്തോഷത്തോടെ കാണാൻ പറ്റിയല്ലോ എന്നായിരുന്നു അവരുടെ സന്തോഷം. തൻ്റെ രണ്ട് ആൺമക്കളെപ്പോലെയൊന്നുമല്ലാതെ അവൻ്റെ അച്ഛനെപ്പോലെയും അമ്മയെപ്പോലെയും പണത്തേക്കാൾ സ്നേഹത്തിന് പ്രാധാന്യം നൽകുന്ന പേരക്കുട്ടിയാണ് ജിതിനെന്നോർത്ത് അവർ അഭിമാനം കൊണ്ടു. ജിതിൻ്റെ അമ്മാവന്മാരോടൊന്നും കല്യാണം പറഞ്ഞിട്ടില്ല. മനസ്സുകൊണ്ട് ഒരടുപ്പവുമില്ലാത്തവരോട് എന്തിന് തൻ്റെ സന്തോഷം പങ്കുവെക്കണം എന്നതായിരുന്നു അവൻ്റെ ചിന്ത. അച്ഛൻ്റെ കുടുംബത്തിൽ എല്ലാവരോടും വിവാഹം പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം വരികയും ചെയ്തു. ആരതിയുടെ അച്ഛൻ വീട്ടുകാരോടും അമ്മ വീട്ടുകാരോടും കല്യാണക്കാര്യം പറഞ്ഞു. ആരതിക്ക് വയ്യാതെ ആയതിൽ പിന്നെ തിരിഞ്ഞു നോക്കാത്തവരാണ് അവരെല്ലാം. എങ്കിലും തൻ്റെ മോളെ സന്തോഷം എല്ലാവരും കാണട്ടെ എന്ന് അവളുടെ അമ്മ ചിന്തിച്ചു. ജിതിനാണ് അവളെ കെട്ടുന്നതെന്നറിഞ്ഞ് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. അതിനേക്കാളേറെ അസൂയയും കുശുമ്പും. എൻ്റെ മോന് സ്നേഹമുള്ള ഒരു കുട്ടിയെ കിട്ടണമെന്നേ മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് അവനെ സ്നേഹിക്കുന്ന മോള് തന്നെയായതിൽ ഈ മുത്തശ്ശിക്ക് സന്തോഷമേയുള്ളൂ. പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവളുടെ നെറുകിൽ സ്നേഹത്തോടെ അമർത്തി മുത്തി. മുത്തശ്ശിയും അവളും തമ്മിൽ വലിയ കൂട്ടായിരുന്നു. മുത്തശ്ശിയുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്വർണം അവരാദ്യമേ അവൾക്ക് കൊടുത്തിരുന്നു. തൻ്റെ മോൾക്ക് കൊടുക്കുന്നതാണ് ഇതെന്നാണ് അത് വേണ്ടായിരുന്നെന്ന് പറഞ്ഞ ജിതിനോട് അവർ പറഞ്ഞത്. ആരതിയുടെ അമ്മയ്ക്ക് ആകെയുണ്ടായിരുന്ന സങ്കടം മകളുടെ ആദ്യ വിവാഹത്തിലെ ദുരിതങ്ങളായിരുന്നു. എന്നാൽ ജിതിനെപ്പോലെ ഒരു മകനെ ലഭിച്ചതിൽ ഇന്ന് അവർ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. ജിതിൻ്റെ സ്നേഹത്തിന് മുൻപിൽ അവർ കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിച്ചു. ജിതിൻ്റെ സുഹൃത്തുക്കളും കുടുംബക്കാരും അവരുടെ സ്നേഹബന്ധത്തിൻ്റെ ആഴമറിഞ്ഞ് അവരെ അഭിനന്ദിച്ചു. അങ്ങനെ വലിയൊരു അമ്പലത്തിൽ വെച്ച് ലളിതമായി അവരുടെ വിവാഹം നടന്നു. ജിതിൻ്റെ കൈകളിലേക്ക് അവളുടെ കൈ പിടിച്ച് ചേർത്ത് വെച്ചു കൊടുത്തത് അവളുടെ അമ്മ തന്നെയാണ്. അവൻ്റെ കൈകളിൽ ആരതി സുരക്ഷിതയാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ജിതിൻ്റെ താലി കഴുത്തിലണിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് ഒരുപാട് കാലം മുന്നേ നഷ്ടപ്പെട്ട തൻ്റെ പ്രണയം, സന്തോഷം തിരിച്ചു കിട്ടിയതിൻ്റെ ആനന്ദക്കണ്ണീരായിരുന്നു. കല്യാണം ചെറിയ രീതിയിലാണ് നടത്തിയതെങ്കിലും അതിൻ്റെ പാർട്ടി കുറച്ച് വലിയ രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. അത് അടുത്ത ആഴ്ചയാണ് വെച്ചിരിക്കുന്നത്. കല്യാണത്തിൻ്റെ തിരക്കുകളെല്ലാം ഒതുങ്ങി. ജിതിൻ്റെ മുറി പുഷ്പങ്ങളാലും മെഴുകുതിരികളാലും അലങ്കരിച്ചിരുന്നു. വർഷങ്ങളായി മനസ്സിൽ ഒതുക്കിവെച്ച പ്രണയം പൂവണിഞ്ഞതിൻ്റെ ആർദ്രമായ നിമിഷം. ആരതി പാൽഗ്ലാസുമായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജിതിൻ ജനലിനോരം ചെന്നു നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പുറകിലൊരു കാലനക്കം അറിഞ്ഞ് ജിതിൻ തിരിഞ്ഞു നോക്കി. പാൽഗ്ലാസും പിടിച്ച് വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് അവൾ. അവൻ അവൾക്ക് നേരെ വലതുകൈ നീട്ടിയതും അവൾ വേഗം വാതിലടച്ച് അവനരികിലേക്ക് ചെന്നു. തനിക്ക് അരികിലായി വന്നു നിൽക്കുന്ന അവളുടെ കയ്യിൽ നിന്നും പാൽഗ്ലാസ് വാങ്ങി അവൻ ടീപ്പോയിലേക്ക് വെച്ചു. അവൻ അവളെ ഒന്ന് നോക്കി. തൻ്റെ പ്രണയം നഷ്ടപ്പെട്ടെന്ന് കരുതിയതാണ്. ഇങ്ങനെയൊരു ജീവിതവും നിമിഷവും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവന് വല്ലാത്ത സന്തോഷം തോന്നി. തലയും കുനിച്ചു നിൽക്കുന്ന അവളുടെ താടിയിൽ അവനൊന്ന് പിടിച്ചുയർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ട് അവനൊന്ന് ഞെട്ടി. എന്താ ആരു, എന്തു പറ്റി? അവനൊരു പേടിയോടെ ചോദിച്ചു.
അവളൊന്നുമില്ലെന്ന് തലയാട്ടി. അവളുടെ മനസ്സ് നിറയെ സന്തോഷവും ഒപ്പം നേരിയൊരമ്പരപ്പുമായിരുന്നു. മുൻപ് വിവാഹിതയായിരുന്നെങ്കിലും അവൾക്ക് ലഭിച്ച അനുഭവങ്ങൾ അവളെ അത്രമേൽ ഭയപ്പെടുത്തിയിരുന്നു. ആ ഓർമ്മകൾ വന്നതും അവളൊന്ന് വല്ലാതെയായതാണ്. അങ്ങനെയല്ലല്ലോ, എന്തോ ഉണ്ട്, ജിതിൻ അവളോട് ചോദിച്ചു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അത് ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞുകൊണ്ട് അവൾ തല താഴ്ത്തി. അവൻ വീണ്ടും അവളുടെ മുഖം പിടിച്ചുയർത്തി. പേടിക്കേണ്ട, നിന്റെ സമ്മതമില്ലാതെ നിന്നെ ഞാനൊന്ന് തൊട്ടുപോലും വേദനിപ്പിക്കില്ല. അവളുടെ മനസ്സിലെ ചിന്തകൾ മനസ്സിലാക്കിയതുപോലെ അവൻ പറഞ്ഞു. അവൻ പറഞ്ഞതു കേട്ട് ആരതിയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ പ്രണയത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും തിളക്കം ഒരുപോലെയുണ്ടായിരുന്നു. എങ്കിലും ആരതിയുടെ കൈകൾ വിറച്ചു. ആരു, അവൻ മെല്ലെ വിളിച്ചു. അവൾ തലയുയർത്തി അവനെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കേണ്ട. നിന്റെ സമ്മതമില്ലാതെ ഞാൻ നിന്നെയൊന്നും ചെയ്യില്ല എൻ്റെ പൊന്നേ. അതോർത്ത് നീ പേടിക്കേണ്ട. നിന്നെ ഇങ്ങനെ എൻ്റേതായി കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. അതുകൊണ്ട് എത്ര കാലം വേണേലും ഞാൻ കാത്തിരുന്നോളാം, അവൻ പറഞ്ഞു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഇനി പാല് കുടിച്ചില്ല എന്ന് വേണ്ട. ചെന്ന് കുടിച്ചിട്ട് കിടക്കാൻ നോക്കാം, അവൻ പറഞ്ഞുകൊണ്ട് ടീപ്പോയ്ക്ക് അരികിലേക്ക് നടന്നതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ജിത്തേട്ടന് തോന്നിയോ? അന്നത്തെ ദിവസം ഞാൻ ഓർത്തുപോയെന്ന് ശരിയാ. എന്നുവെച്ച് അതുകൊണ്ട് ജിത്തേട്ടൻ കാത്തിരിക്കണം എന്നല്ല. ജിത്തേട്ടൻ കാത്തിരിക്കുമായിരിക്കും. പക്ഷേ എനിക്കിനി അതിന് പറ്റില്ല. ഞാൻ അത്രയും കാത്തിരുന്നതാ. അവൾ പറഞ്ഞു തീർന്നതും അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയതും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ നാണം നിറഞ്ഞ മുഖം അവന് കാണാൻ പറ്റിയില്ല. ജിതിൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയൊരു കാര്യം. അതുകൊണ്ട് തന്നെ അവനൊന്ന് ഞെട്ടി. എന്നാൽ ആ ഞെട്ടലിനപ്പുറം അവൻ്റെ ചുണ്ടിലൊരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. എന്താ പറഞ്ഞേ? ഇവിടെ നോക്ക്. അവൻ തൻ്റെ നെഞ്ചിൽ നിന്നും അവളുടെ മുഖം അടർത്തി മാറ്റാൻ നോക്കി. എന്നാൽ അവൾ അതിന് സമ്മതിക്കാതെ അവൻ്റെ നെഞ്ചിൽ തന്നെ മുഖമിട്ടുരസി. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ. ജിതിനൊന്ന് കുളിർന്നു പോയി. ശരിക്കും? അവളുടെ കാതോരം ചേർന്നുകൊണ്ട് അവൻ വല്ലാത്തൊരു ഭാവത്തോടെ ചോദിച്ചു. അവളുടെ കാതിൽ അവൻ്റെ ചുണ്ടുകൾ തട്ടി. അവളൊന്ന് വിറച്ചു പോയെങ്കിലും ചിരിയോടെ തന്നെ തലയാട്ടി. ജിതിൻ അവളുടെ തലമുടിയിൽ പതുക്കെ തലോടി. അവൻ്റെ കൈകൾ അവൻ്റെ നെഞ്ചിൽ നിന്നും പതിയെ അവളുടെ മുഖമുയർത്തി അവളുടെ നെറ്റിയിൽ മൃദുവായി ചുണ്ടു ചേർത്തു. അവളത് ഇരു കണ്ണുകളും അടച്ച് സ്വീകരിച്ചു. ഒരു നനുത്ത പൂവിനെ തലോടുന്നത് പോലെ അവൻ പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴോ ഒരു കിതപ്പോടെ അവർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അവർ പൂർണ്ണമായും ഒന്നായി മാറിയിരുന്നു. ദിവസങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ടു പോയി. ഒരു ശനിയാഴ്ച ദിവസം തങ്ങളുടെ വിവാഹശേഷമുള്ള ആദ്യത്തെ ഔട്ടിങ്ങിനായി ജിതിനും ആരതിയും പുറത്തേക്ക് പോയതായിരുന്നു. ആരതിയും ജിതിനും ഒരു ഫ്ലവർ ഷോപ്പിൽ പൂക്കൾ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആരതിയുടെ ശ്രദ്ധ ഒരു കാഴ്ചയിൽ ഉടക്കിയത്. അവിടെ അടുത്തുള്ള ഒരു കഫേയുടെ പുറത്ത് അവളുടെ മുൻ ഭർത്താവ് അഖിൽ നിൽക്കുന്നു. അവൻ്റെ കൂടെ ഒരു യുവതിയുമുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവളോടെന്തോ സംസാരിക്കുകയാണ്. ആരതിയുടെ കണ്ണുകൾ ആ യുവതിയുടെ മുഖത്ത് ഉടക്കി. എവിടെയോ കണ്ട മുഖം പോലെ. അവൾ തൻ്റെ ഭൂതകാലം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവസാനം അവൾ ആ മുഖം ഓർത്തെടുത്തു. അതെ, അവൾ തന്നെ. അവളുമായി പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയത്ത് അവളുടെ ഭർത്താവ് ഫോണിൽ സംസാരിച്ചിരുന്നതും അവൻ ആരോടോ രഹസ്യബന്ധം സൂക്ഷിച്ചിരുന്നതും അവൾ ഓർത്തെടുത്തു. അതെ, ഇത് അവൾ തന്നെ, ആരതി മനസ്സിൽ ഉറപ്പിച്ചു. അവൻ്റെ ഫോണിൽ കണ്ടിരുന്ന അതേ പെണ്ണ്. ഒരുപക്ഷെ തൻ്റെ ദുരിതങ്ങൾക്ക് കാരണമായവരിൽ ഒരാൾ ഇവളായിരിക്കാം. ഇവൾ കാരണമായിരിക്കാം അന്ന് ഇയാൾ തന്നെ അത്രയും ഉപദ്രവിച്ചത്. ആരതിക്ക് പെട്ടെന്ന് ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നി. ആ പഴയ പേടി ഒരു നിമിഷം അവളെ പിടികൂടി. ആരു, ഇതൊന്നു നോക്ക്. എന്തോ കാണിച്ചുകൊണ്ട് ജിതിൻ അവൾക്കരികിലേക്ക് വന്നതും കാണുന്നത് പേടിച്ച മുഖത്തോടെ നിൽക്കുന്ന ആരതിയെയാണ്. എന്താ ആരു, എന്തുപറ്റി? അവളുടെ മുഖത്തെ മാറ്റം കണ്ട് അവൻ ചോദിച്ചു. അവൾ വിറയ്ക്കുന്ന കൈ ചൂണ്ടി അവരെ കാണിച്ചു കൊടുത്തു. ആരാ അത്? പുറത്തു നിൽക്കുന്ന അവനെയും അവളെയും കണ്ട് ജിതിൻ ചോദിച്ചു. അത് അഖിൽ. അയാളായിരുന്നു എന്നെ വിവാഹം കഴിച്ചത്. ആ കൂടെയുള്ള പെണ്ണിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രിയൊക്കെ അവളെ വീഡിയോ കോൾ ചെയ്യുന്നത്, അവൾ പതിയെ പറഞ്ഞു. ജിതിൻ്റെ കണ്ണുകൾ അവർക്ക് നേരെ നീണ്ടു. താൻ തൻ്റെ പ്രാണനെപ്പോലെ കരുതിയിരുന്നവളെ വർഷങ്ങൾക്ക് മുൻപ് ഉപദ്രവിക്കുകയും അവളുടെ ജീവിതം തകർക്കുകയും ചെയ്തവൻ. ആ വേദനകളാണ് ഒരു പരിധിവരെ ആരതിയെ അത്രയും തകർത്തതും അവൾക്ക് ഭ്രാന്ത് വരെ വന്നതും.
ജിതിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ്റെ കൈയിലെയും നെറ്റിയിലെയും ഞരമ്പുകൾ എടുത്തു പിടിച്ചു. ഒരു പെണ്ണിനെ ഇത്രയേറെ ദ്രോഹിച്ചിട്ട് അവൻ നടക്കുന്നത് കണ്ടില്ലേ? ജിതിന് വല്ലാത്ത ദേഷ്യം തോന്നി. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് ജിതിൻ അവരുടെ അടുത്തേക്ക് നടക്കാനൊരുങ്ങി. വേണ്ട ജിത്തേട്ട, ഒന്നിനും പോകേണ്ട. ആരതി അവൻ്റെ കൈകളിൽ പിടിച്ചു നിർത്തി. ഇല്ല ആരു, ചോദിക്കണം. അവനെ എന്നെങ്കിലും എൻ്റെ കൺമുൻപിൽ കിട്ടിയാൽ കരണം നോക്കിയൊന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചതാ. അവനെ ഇങ്ങനെ മുൻപിൽ കണ്ടിട്ടും ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ജിതിൻ തീർത്തു പറഞ്ഞു. വേണ്ട ജിത്തേട്ട, ഒന്നും ചോദിക്കേണ്ട. എനിക്ക് പേടിയാ. നമുക്ക് പോകാം, ആരതി വീണ്ടും പറഞ്ഞു. അവളുടെ കൈകൾ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. എന്നാൽ ജിതിൻ്റെ ദേഷ്യം അതിലും വലുതായിരുന്നു. എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ? പിന്നെ ഒന്നും മിണ്ടാതെ പോയാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? നീ ഇപ്പോൾ അവിടേക്ക് വരേണ്ട, ഇവിടെ നിന്നാൽ മതി. അവൻ ആരതിയുടെ കൈ വിടുവിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് നടന്നു. അഖിൽ, ജിതിൻ്റെ ശബ്ദം ആ കഫേയുടെ പരിസരത്ത് മുഴങ്ങി. കൂടെയുണ്ടായിരുന്ന പെണ്ണിനോട് എന്തോ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയായിരുന്ന അഖിൽ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. വല്ലാത്തൊരു ഭാവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ജിതിനെ കണ്ട് അവൻ അമ്പരന്നു. അതോടൊപ്പം തന്നെ ജിതിൻ്റെ മുഖത്തെ ദേഷ്യം അവനെ ഭയപ്പെടുത്തി. ആരാ? അഖിൽ ചോദിച്ചു. കൂടെയുണ്ടായിരുന്ന യുവതി ഭയന്ന് പിന്നോട്ട് മാറി. നീ തകർത്തെറിഞ്ഞ ആരതിയുടെ ഭർത്താവാണ് ഞാൻ. നിന്റെ ക്രൂരത കാരണം ഭ്രാന്തിൻ്റെ വക്കോളം എത്തിയ ഒരു പെണ്ണുണ്ട്. അവളുടെ ജീവിതം ഇന്ന് തിരിച്ചു പിടിച്ചവനാണ് ഞാൻ. ജിതിൻ്റെ കണ്ണുകൾ തീക്ഷ്ണമായി. നീ ഒരു മനുഷ്യനായിരുന്നോ? ഒരു ഭാര്യയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? ജിതിൻ ചോദിച്ചു. അഖിലിൻ്റെ മുഖം വിളറി. അവൻ ചുറ്റും നോക്കി. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഉള്ളിലെ ദേഷ്യം അടക്കിപ്പിടിച്ച് അവൻ ശാന്തനാകാൻ ശ്രമിച്ചു. നിങ്ങൾ എന്താണ് മിസ്റ്റർ ഈ പറയുന്നത്? അവൾക്ക് മാനസിക രോഗമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ബന്ധം വേർപ്പെടുത്തിയത്. നിങ്ങൾക്കിപ്പോൾ അവളെ കിട്ടിയെങ്കിൽ അത് എൻ്റെ ഔദാര്യം. അങ്ങനെ കൂട്ടിയാൽ മതി, അഖിൽ പുച്ഛത്തോടെ പറഞ്ഞു. മാനസിക രോഗമോ? ജിതിൻ്റെ ദേഷ്യം നിയന്ത്രണാതീതമായി. നീ ചെയ്ത ക്രൂരതയാണ് അവളെ ഭ്രാന്തിലേക്ക് തള്ളിവിട്ടത്. നിന്റെ ഫോണിൽ കണ്ടിരുന്ന ഈ സ്ത്രീ, ഇവളായിരുന്നോ നിന്റെ രഹസ്യബന്ധം? ഇവൾക്ക് വേണ്ടിയാണോ നീ നിന്റെ ഭാര്യയെ കൊല്ലാക്കൊല ചെയ്തത്? ദേഷ്യത്തോടെ ജിതിൻ ചോദിക്കുന്നത് കേട്ട് അഖിൽ പരിഭ്രമിച്ചു. നിങ്ങളിപ്പോൾ എന്തിനാണ് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത്? എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെന്താണ് നിങ്ങൾക്ക് പ്രശ്നം? അഖിൽ ചോദിച്ചു. നിനക്കെന്നെ അറിയില്ലായിരിക്കാം, പക്ഷേ എനിക്ക് നിന്നെ അറിയാലോ. നിന്നെ ഒന്ന് നേരിൽ കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. നീ ആരതിയോട് ചെയ്തതിനെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും. ജിതിൻ്റെ കൈകൾ മുറുകി. പറഞ്ഞുകൊണ്ട് അവൻ അഖിലിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു. വിട് എന്നെ, ഞാൻ പോലീസിനെ വിളിക്കും. അഖിൽ കുതറി മാറാൻ ശ്രമിച്ചു. കുറച്ചു മാറി ഇതെല്ലാം കണ്ടുനിന്ന ആരതി ഈ ബഹളം കേട്ട് അവിടേക്ക് ഓടിയെത്തിയിരുന്നു. ജിതിനെ ആ ദേഷ്യത്തിൻ്റെ അവസ്ഥയിൽ കണ്ടപ്പോൾ അവൾക്ക് പേടിയായി. പണ്ട് ഭ്രാന്തായിരുന്നപ്പോൾ അവൾ അക്രമാസക്തമായ അതേ ഭയം. കൂടാതെ അഖിൽ എന്തെങ്കിലും ജിതിനെ ചെയ്യുമോ എന്ന പേടിയും. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അവൻ. അതവൾക്ക് നന്നായി അറിയാം. ജിത്തേട്ടാ, വേണ്ട, നമുക്ക് പോകാം. ആരതിയുടെ ശബ്ദം ഇടറി. അവൾ ജിതിൻ്റെ കൈകളിൽ പിടിച്ചു വലിച്ചു. തൻ്റെ മുൻ ഭർത്താവിനെ കാണുന്നത് അവൾക്ക് വല്ലാത്ത മാനസിക പിരിമുറുക്കം നൽകി. നമുക്ക് പോകാം ചിത്തേട്ട, ഇയാളെ വിട്ടേക്ക്. ഇയാൾ കാരണം നമ്മുടെ സമാധാനം എന്തിനാ ഇല്ലാതാക്കുന്നേ? ആരതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ജിതിൻ്റെ ദേഷ്യം കുറഞ്ഞു. ആരതിയുടെ നിറഞ്ഞ കണ്ണുകൾ അവനെ പഴയ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു. ഇനിയും ഒരു വയലൻസ് ഉണ്ടായാൽ അത് ആരതിയുടെ മാനസികാരോഗ്യത്തെ വീണ്ടും ബാധിച്ചേക്കാം. അവൻ ദേഷ്യത്തോടെ അഖിലിൻ്റെ മുഖം നോക്കിയൊന്നു കൊടുത്തു. അത്രയെങ്കിലും ചെയ്യാതെ പോരാൻ അവനാകുമായിരുന്നില്ല. നിങ്ങൾക്ക് ഞാൻ തരേണ്ട മറുപടി എൻ്റെ ആരതിയുടെ സന്തോഷമാണ്, അവളുടെ ചിരിക്കുന്ന മുഖമാണ്. നീ കാരണം അവൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കും. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരു പാഠമാകണം ഞങ്ങളുടെ ജീവിതം. ജിതിൻ അഖിലിന് നേരെ വിരൽ ചൂണ്ടി. ജിതിൻ ദേഷ്യത്തിൽ വിറച്ചു. അവൻ ആരതിയുടെ കയ്യിൽ പിടിച്ചു. പോകാം ആരു. ഇയാളെപ്പോലുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതവും സമയവും ഒന്നും പാഴാക്കരുത് പറഞ്ഞുകൊണ്ട് ജിതിൻ ആരതിയുടെ കൈയും പിടിച്ച് മുൻപോട്ട് നടന്നു. അഖിൽ അപ്പോഴും കവിളിൽ കൈവച്ച് അവരെയും നോക്കി നിൽപ്പുണ്ടായിരുന്നു. കൂടെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവളും. പുറത്തെത്തിയിട്ടും ജിതിൻ്റെ ദേഷ്യം അണഞ്ഞിരുന്നില്ല. അവൻ കാർ അതിവേഗം ഓടിച്ചു. ആരതി നിശബ്ദയായിരുന്നു. അഖിലിനെ കണ്ടതും ജിതിൻ ദേഷ്യപ്പെട്ടതും അവളെ വല്ലാതെ തളർത്തിയിരുന്നു. ജിത്തേട്ട, ദേഷ്യപ്പെടല്ലേ പ്ലീസ്, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ജിതിൻ ഒന്നും മിണ്ടിയില്ല. അവൻ നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ആളനക്കമില്ലാത്ത ഇരുവശവും മരങ്ങളുള്ള ഒരു വിജനമായ റോഡിലൂടെ വണ്ടി ഓടിച്ചു.
കുറച്ചു ദൂരം ചെന്നപ്പോൾ അവൻ കാർ റോഡിന്റെ ഓരത്ത് നിർത്തി. അതിനകത്ത് വല്ലാത്തൊരു നിശബ്ദത. ആരതിയുടെ മുൻപത്തെ അവസ്ഥ ആലോചിക്കുമ്പോൾ അവൻ ആകെ വല്ലാതെയാകുന്നുണ്ടായിരുന്നു. അവൻ ദീർഘമായി ശ്വാസമെടുത്ത് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അവൻ ആരതിയുടെ നേരെ തിരിഞ്ഞു. ആരു? അവൻ പതിയെ വിളിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ മെല്ലെ പിടിച്ചു. ആ സ്പർശനവും വിളിയും അവളുടെ മനസ്സിലെ പേടി ഒന്ന് കുറച്ചു. അവൾ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അവൻ്റെ നേരെ ഉയർത്തി. ജിത്തേട്ടാ, ഞാൻ കാരണം എനിക്ക് വേണ്ടി ആളുകളുടെ മുൻപിൽ വെച്ച് ജിത്തേട്ടന് ദേഷ്യപ്പെടേണ്ടി വന്നല്ലോ. അവൾക്ക് അതാണ് സങ്കടം. നീ കാരണമല്ല, നിനക്ക് വേണ്ടിയുമല്ല, നമുക്ക് വേണ്ടിയാണ്, നമുക്ക്. അവൻ പറഞ്ഞു. അവൻ കാരണം നീ അനുഭവിച്ച വേദന എന്തുമാത്രം നീ സഹിച്ചു. അത് ഓർത്തപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. നിന്നെ അത്രയും വേദനിപ്പിച്ചിട്ട് അവൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ എനിക്കാവില്ല. എങ്കിലും നീ പറഞ്ഞത് സത്യമാണ്. അവനു വേണ്ടി നമ്മുടെ സമാധാനം കളയരുത്. ആരതിക്ക് ആശ്വാസമായി. അവൾ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. എൻ്റെ സമാധാനവും സന്തോഷവും ഇന്ന് ജിത്തേട്ടനല്ലേ. ജിത്തേട്ടൻ്റെ ദേഷ്യം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. പണ്ട് അയാൾ ദേഷ്യപ്പെടുമ്പോഴാണ്. അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇനി അതില്ല. ജിതിൻ ചൂണ്ടുവിരൽ ചുണ്ടിൽ മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അവളുടെ കയ്യിൽ പതിയെ പിടിച്ചു. ജിതിൻ മെല്ലെ അവളുടെ മുഖം കയ്യിലെടുത്തു. അവളുടെ കണ്ണുകൾ തിളങ്ങി. ആ വിജനമായ റോഡിന്റെ ശാന്തതയിൽ അവരുടെ പ്രണയം മാത്രം നിറഞ്ഞു നിന്നു. ജിതിൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ മെല്ലെ സ്പർശിച്ചു. പതിയെ നേർമയിൽ തുടങ്ങിയ ചുംബനം പിന്നീട് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മുറുകി. അവസാനം ഒരു കിതപ്പോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞു. ആ ചുംബനം എല്ലാ പഴയ വേദനകളെയും മായ്ച്ചു കളയുന്ന മഷി പോലെയായിരുന്നു. ആരതി സ്നേഹത്തോടെ അവനോട് ചേർന്നു. അവൻ അവളുടെ നെറുകയിൽ തലോടി. അവൻ്റെ സ്നേഹം ഒരു സുരക്ഷിത വലയം പോലെ അവളെ പൊതിഞ്ഞു. ആരതി കണ്ണിമ ചിമ്മാതെ അവനെ നോക്കി. എനിക്ക് എന്തിഷ്ടമാണെന്നോ നിന്നെ? ജിതിൻ അവളുടെ കാതോരം പറഞ്ഞു. എനിക്കും. അവളുടെ സ്വരവും നേർത്തു. ഒപ്പം കവിളുകൾ നാണം കൊണ്ട് ഒന്നുകൂടി ചുവന്നു തുടുത്തു. അവരുടെ പ്രണയം ആ നിശബ്ദതയിൽ വീണ്ടും മുട്ടിട്ടു. ചുറ്റുമുള്ള മരങ്ങൾക്കും ആകാശത്തിനും മാത്രം അറിയാൻ പറ്റിയ ആ പ്രണയരംഗങ്ങൾ. കുറച്ചു കഴിഞ്ഞപ്പോൾ ജിതിൻ പതിയെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി കാർ സ്റ്റാർട്ട് ചെയ്തു. അവനിൽ നിന്നും അടർന്നു മാറാൻ വയ്യാത്തതുപോലെ അവൻ്റെ കയ്യിൽ അവൾ വിരൽ കോർത്തു പിടിച്ചു. അവരിനി മുന്നോട്ട്, സന്തോഷമുള്ള ഒരു ജീവിതത്തിലേക്ക്.